സ്ത്രീകളെ കാണുമ്പോൾ നഗ്നതാ പ്രദർശനം നടത്തുന്ന ഞരമ്പ് രോഗികളോടും തെരുവിൽ നിന്ന് പച്ചത്തെറി വിളിച്ചു പറയുന്നവർക്കുമൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞ് ഇവർ നടത്തുന്ന അസഭ്യം കേൾക്കുമ്പോൾ പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും. ആ കാലം പക്ഷേ കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക. മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിനു വേണ്ടി ഒരു സമരവും നടത്തിയിട്ടുമില്ല, നടത്തുന്നുമില്ല. എറണാകുളത്ത് സ്വന്തം ഫ്ളാറ്റിലിരുന്ന് സിനിമാക്കാരനെന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിൽ നിന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ. സ്ത്രീക്കെതിരെ പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തെടുത്ത് പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം. അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിഭാഗമോ വിവേചനങ്ങളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന അതിനെതിരെ പൊരുതുന്ന ഒരാണും പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല. ദളിത് ആക്ടിവിസ്റ്റുകൾ പോലും നിങ്ങൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല. വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ സ്ത്രീകളെ കേട്ടാൽ അറക്കുന്ന പച്ചത്തെറി വിളിക്കുന്നതും ആ പച്ചത്തെറിയൊക്കെ സ്വത്വവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരം നടത്തുന്ന ദളിത് വിഭാഗമല്ല, വെറും പെർവെർട്ടുകൾ മാത്രമാണ്. അവരല്ല കേരളം. നല്ല കലാകാരനാണ് താങ്കൾ. കമ്മട്ടിപ്പാടവും ജയിലറും പോലെയുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാനടക്കമുള്ള മാധ്യമരംഗത്തെ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററുകളിൽ പോയി കണ്ടതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല. ഇനിയും വിമർശിക്കും. ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ തന്നെ നൽകണമെന്ന് പറയുകയും ചെയ്യും. പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. എന്റെ പേരിലെ വാലെടുത്ത് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാനെന്ന ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ഒരു കവിതയിലെ 2 വരികൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും, പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ, പറയുമോ പുലയാടി മക്കൾ. ഈ കവിത എഴുതിയ ആ കുറിപ്പ് എൻ്റെ അച്ഛനാണ്. അതാണ് ഈ വിമർശനങ്ങൾക്ക് എനിക്കുള്ള മറുപടി.